നമസ്തേ. ഇന്ന് രാഷ്ട്രീയത്തിൽ എത്രയും ചെറുതായ ഒരു പ്രസംഗം കേട്ടാൽ പോലും മുത്തശ്ശിയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് തുടങ്ങുന്നത് കേൾക്കാം. പക്ഷെ എന്തിനാണ് എപ്പോഴും മുത്തശ്ശി പറയുന്ന മോഡിൽ മാത്രം രാജ്യത്തെ നയിക്കാൻ ശ്രമിക്കുന്നത്? അതോ കിടിലൻ സസ്പെൻസ് ത്രില്ലർ സിനിമ പോലെ ഫ്ലാഷ് ബാക്ക് ആണോ മുഴുവൻ? പറഞ്ഞു വന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല, നമ്മുടെ പപ്പുമോന്റെ പുതിയ പ്രസ്താവനയെ കുറിച്ചാണ്. നരേന്ദർ സറണ്ടർ എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആജ്ഞയെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ശരി സാർ എന്ന് പറഞ്ഞ് അനുസരിച്ചെന്നാണ് പപ്പുമോന്റെ പുതിയ പ്രസ്താവന. ഒപ്പം മുത്തശ്ശിയുടെ തടമ്പിന്റെ കഥയും. എനിക്കറിയാൻ പാടില്ലാത്തത് അതല്ല, ഇന്ത്യയുടെ കരസേന, വ്യോമസേന, നാവികസേന ഈ മൂന്ന് കൈകൾ പാകിസ്ഥാനെ വെട്ടിനുറുക്കിയപ്പോൾ അതിനൊരു കോൺഗ്രസുകാർ പോലും പോസ്റ്റ് ഇല്ല. പിന്നെ ട്രംപ് മാമ ഞാനാണ് കളിയാക്കി തീർത്തത് എന്നൊരെണ്ണം അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. അല്ല രാഹുലെ, മോദിജി ശരി സാർ എന്ന് പറഞ്ഞത് താൻ കേട്ടോ? എവിടെയാ കേട്ടത്? എങ്കിൽ ദയവായി അതിന്റെ ഓഡിയോ ഫയൽ തരാമോ? അല്ലെങ്കിൽ നെഹ്റുവിന്റെ ഭവനത്തിൽ കണ്ട ആ പഴയ റേഡിയോ ടേപ്പെങ്കിലും. പിന്നെ താങ്കൾ പറഞ്ഞ ആ മുത്തശ്ശി കഥ 1971 യുദ്ധം പറയുന്നത് നല്ലത്. പക്ഷെ സാർ, 2025 പഹൽഗാമിൽ കൊല്ലപ്പെട്ടത് 26 പേരാണ്. 2008 മുംബൈയിൽ കൊല്ലപ്പെട്ടത് 170 പേർ. 2008 ഭരിച്ചത് നിങ്ങളാണ്. അതിനുശേഷം പാകിസ്ഥാനോട് എന്ത് ചെയ്തു? പോയത് UN പ്രമേയം കൊണ്ട്, പറഞ്ഞത് വി കണ്ടം, അത് ഇംഗ്ലീഷിൽ. ആ സമയത്ത് ഇന്ത്യയെ ഭീകരവാദം ചവിട്ടിയപ്പോൾ കോൺഗ്രസ് പറഞ്ഞു വി അപ്പീൽ ഫോർ പീസ്. മോദിജി പറയുന്നത് വി വിൽ അവെഞ്ച്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പപ്പുമോനെ. ഇന്ദിരാഗാന്ധിയും 1971 യുദ്ധവും വിജയിച്ചിരിക്കും. പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഒരു ജനാധിപത്യത്തെ ബലി കൊടുത്ത് പീഡനം സൃഷ്ടിച്ച അടിയന്തരാവസ്ഥയിലേക്കായിരുന്നു. അതും മറക്കണ്ട. ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞത് വേറെ നിലയിലായിരുന്നു. അതിനൊപ്പം ഞാൻ പറയുന്നതേ പറയേണ്ടത് എന്നതുമായിരുന്നു ആ കാലഘട്ടം. രാഹുൽജി പറയുന്നു കോൺഗ്രസിന്റെ സിംഹങ്ങൾ കീഴടങ്ങിയില്ല. 1962 ചൈനയുമായി യുദ്ധം ഓർത്തോളൂ. അപ്പോൾ കുരിശടിയായിരുന്നു ഇന്ത്യക്ക്. തല ഉയർത്തിയില്ല, തല തെറ്റിപ്പോയിരുന്നു. ആശയ വിമർശനമല്ല ഇവിടെ വേണ്ടത്. സ്വയം പുകഴ്ചയും മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്യുന്നത് ഒട്ടും മാന്യതയല്ല. ഡൊണാൾഡ് ട്രംപ് വിളിച്ചു, മോദിജി ശരി സാർ പറഞ്ഞു എന്നത് രാഹുൽജിയുടെ ക്യാമ്പസിൽ കേട്ട ക്യാമ്പസ് ഗോസിപ്പ് പോലെ തന്നെയാണ്. തെളിവില്ലാത്ത ഉദ്ദേശമുള്ള ആപ്പിൾ തട്ടുകാരൻ തലത്തിൽ അഭിപ്രായം. അതല്ല ഗവൺമെന്റ്, അതല്ല നയതന്ത്രം. മോദിജിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കിയാൽ വിദേശ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരാളാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വാക്കിന് ഇന്നൊരു ഭാരമുണ്ടെങ്കിൽ അതിനു പിന്നിൽ ശരി സാർ അല്ല, സത്യവും ധൈര്യവുമാണ്. കീഴടങ്ങൽ. ഇനി ഇതിലേറെ ദുർഭാഗ്യകരമായ തമാശ വേണമെങ്കിൽ സ്വന്തം പാർട്ടി 2024 തെരഞ്ഞെടുപ്പിൽ കൈവിട്ട സംസ്ഥാനങ്ങൾ എണ്ണാം. ജനതയുടെ വിധി പോലും രാജകുമാരൻ കീഴടങ്ങൽ എന്ന് വിശേഷിപ്പിച്ചാൽ നാം എന്ത് പറയണം? രാഷ്ട്രീയ ലാഭത്തിനായി ജാതിയെ വീണ്ടും കലഹത്തിനിടയാക്കുന്നത് ജനതയ്ക്ക് വേണ്ടിയല്ല, വെറും വോട്ടിന് വേണ്ടിയാണ്. BJPക്ക് അതിന്റെ ആവശ്യമില്ല, വികസനത്തിന്റെ വഴിയിലാണ്. കോൺഗ്രസിന് തൊട്ടുപിടിക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ അവർക്ക് ചൂഷണം മാത്രം ചിന്തയാകുന്നു. ഒരു വശത്ത് രാജ്യം മാറ്റിമറിക്കുന്ന വികസന തന്ത്രങ്ങൾ, മറ്റൊരു വശത്ത് പ്രാചീന ആശയങ്ങൾ ആവർത്തിക്കുന്ന ഉത്ഭടമായ പ്രസംഗങ്ങൾ. രാഹുലിന്റെ പോരാട്ടം പ്രത്യയശാസ്ത്രത്തോടൊപ്പം തത്വശാസ്ത്രവും ഉൾക്കൊള്ളുന്നു. ഇന്നത്തെ രാഹുലിന്റെ രാഷ്ട്രീയത്തെ ഓർക്കുമ്പോൾ തോന്നുന്നത് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വരുന്ന പഴയ എപ്പിസോഡ് പോലെയാണ്. മുഖ്യ കഥാപാത്രം എപ്പോഴും പഴയത് തന്നെ, ഒന്നിനും മാറ്റമില്ല. അതിന്റെ പേരാണ് രാഹുലിന്റെ ഭരണരീതിയുടെ ജാമീയത, സ്ഥിരത. ഇന്ത്യയുടെ ഭാവി തല ഉയർത്തിയെങ്കിലും കാല് നിലം വിട്ടതല്ല, കാല് മുറിഞ്ഞതുമല്ല. വികസനത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുകയാണ്. മോദിജിയെ അനുകരിക്കാൻ കഴിയാത്തവർ ഇപ്പോൾ അവനെ പരിഹസിച്ചു തള്ളാൻ ശ്രമിക്കുന്നു. അതാണ് കാലത്തിന്റെ കളി. രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യം. നീ ഈ ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ പേര് പറഞ്ഞ് നേതാവാണെന്ന് കരുതുന്നുവെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടണമെങ്കിൽ നിന്റേതായിട്ടുള്ള ഒരു കാര്യത്തിൽ തന്റേതായ നയവും നിലപാടും വേണം. ഒന്നോർക്കണം, ഇത് പഴയ കാലമൊന്നുമല്ല. ജനങ്ങൾ കൃത്യമായി തിരിച്ചു മറുപടി പറയുന്ന കാലമാണിത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ തോന്നും ആള് താൻ പറയുന്നത് ചരിത്രമാണെന്ന് കരുതുന്നു എന്ന്. പക്ഷേ അത് രാജ്യത്തെ ചിരിപ്പിക്കുന്നതാണ്. ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലമല്ല, മോദിജിയുടെ കാലമാണ്. ഇന്നത്തെ ഇന്ത്യ അമേരിക്കയുമായി വാദിച്ചും ചൈനയുടെ കണ്ണിലേക്ക് നോക്കിയും ഇസ്രായേലിനൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു ശക്തിയാണ്. പാകിസ്ഥാനെ ഒന്നടിച്ചാൽ പിന്നെ പൊക്കില്ലെന്നറിയുന്ന ശക്തമായ നേതാവുണ്ട് ഇന്ന് രാജ്യത്തിന്. അതാണ് മോദിജി. രാജ്യത്തെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.